അടുത്ത നമ്മൾ HCF എന്ന് പറഞ്ഞിട്ടുള്ള ടോപ്പിക്കിനെയാണ് അറിയാൻ പോകുന്നത്. അപ്പോൾ HCF നമ്മൾ LCM പഠിച്ച പോലെ തന്നെ നമ്മൾ ഇനി HCFനെയും പഠിക്കാൻ പോകുന്നത്. അപ്പോൾ HCF എന്ന് പറഞ്ഞാൽ എന്താണ്? HCF എന്ന് പറഞ്ഞിട്ടുള്ളതിൻ്റെ ഡെഫിനീഷനാണ് ഹയസ്റ്റ് കോമൺ ഫാക്ടർ എന്ന് പറയുന്നത്. അപ്പോൾ LCMത്തിൽ നേരത്തെ പറഞ്ഞ പോലെ 3 ടേമുള്ള പോലെ തന്നെ HCFൽ 3 ടേം ഉണ്ട്. ഏതാണ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ടേം? ഫാക്ടേഴ്സ്, അതുപോലെ തന്നെ കോമൺ, അതുപോലെ തന്നെ ഹയസ്റ്റ്. ഈ 3 കാര്യങ്ങളെ കുറിച്ചിട്ടാണ് നമുക്ക് HCFൽ അറിഞ്ഞിരിക്കേണ്ട കാര്യം. അപ്പം നമ്മൾ ഈ ഒരു ഡെഫിനിഷൻ LCMത്തിൻ്റെ ഡെഫിനിഷൻ വെച്ച് LCM കണ്ട പോലെ തന്നെ HCFിൻ്റെ ഡെഫിനിഷൻ വെച്ചിട്ട് നമ്മൾ ഇനി HCFും കാണാൻ പോവാണ്. അപ്പോൾ നമ്മൾ HCF 8ൻ്റെയും നമ്മൾ 8 അതുപോലെ തന്നെ 12 ഈ പറയുന്ന 2 സംഖ്യകളെ എങ്ങനെയാണ് HCF കണ്ടുപിടിക്കുക എന്നുള്ളതാണ് കാണാൻ പോകുന്നത്. അപ്പോൾ അതിനായിട്ട് നമുക്ക് ആദ്യം എഴുതേണ്ട കാര്യം, ഈ എക്സ്പാൻഷൻ നമുക്കറിയാം ഹയസ്റ്റ് കോമൺ ഫാക്ടർ, ഇതാണുള്ള HCF. അങ്ങനെയാണെങ്കിൽ HCFൽ നമ്മൾ ആദ്യം എടുക്കുന്നത് ഫാക്ടർ എന്ന് പറഞ്ഞിട്ടുള്ളത് എന്താണ് എന്നാണ് നമുക്ക് ഫസ്റ്റ് അറിയേണ്ടത്. ഫാക്ടേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇപ്പോൾ എന്താ പറയുക, ആ നമ്പറിന് നമ്മൾ ഈ ഫാക്ടർ ആണെങ്കിൽ ഇപ്പോൾ ഒരു 8 എന്ന് പറഞ്ഞിട്ടുള്ള സംഖ്യ, അല്ലെങ്കിൽ ഒരു നമ്പറിൻ്റെ ഫാക്ടറാണ് എക്സ് എന്ന് പറഞ്ഞിട്ടുള്ള സംഖ്യ എന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ എഫ് എന്ന് പറഞ്ഞിട്ടുള്ള സംഖ്യ ഫാക്ടർ ആണെന്ന് വിചാരിച്ചു. അങ്ങനെയാണെങ്കിൽ ഈ പറയുന്ന നമ്പറിനെ നമ്മൾ എഫ് കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് റിമൈൻഡർ എന്ത് വരും? റിമൈൻഡർ 0 വരും. അതായത് ഫാക്ടർ ആവണം എന്നുണ്ടെങ്കിൽ എന്താണ്, ഈ പറയുന്ന ഒരു നമ്പറിനെ നമ്മളിപ്പോൾ 2 നമ്പേഴ്സ് എടുത്തിട്ട് AB അല്ലെങ്കിൽ AB എന്ന് പറഞ്ഞിട്ട് 2 നമ്പേഴ്സ് എടുക്കുകയാണ്, അതിൻ്റെ HCF ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമുക്ക് അറിയേണ്ട ടേമാണ് ഫാക്ടർ. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ എയുടെ ഒരു ഫാക്ടറാണ് എഫ് എന്ന് പറയുന്നത്, ഒരു ഫാക്ടറാണെന്ന് വിചാരിച്ചു. അങ്ങനെയാണെങ്കിൽ എ എന്ന് പറഞ്ഞിട്ടുള്ള നമ്പറിനെ എഫ് കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് വരണം? റിമൈൻഡർ 0 വരും. അപ്പം അങ്ങനത്തെയുള്ള നമ്പേഴ്സിനെയാണ് നമ്മൾ ഫാക്ടേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇങ്ങനെ 8ൻ്റെ ഫാക്ടേഴ്സ് ഏതൊക്കെയുണ്ടെന്ന് ചോദിച്ചാൽ സിമ്പിളായിട്ട് നമുക്ക് കണ്ടുപിടിക്കാം. അതായത് 8നെ ഏതൊക്കെ രീതിയിൽ നമുക്ക് എഴുതാൻ പറ്റും എന്നുള്ളത് നമ്മൾ നോക്കിയാൽ മതി. നമുക്കറിയാം 8നെ 8 × 1 അതുപോലെ തന്നെ 4 × 2 ഈ 2 രീതിയിലാണല്ലോ നിങ്ങൾക്ക് എഴുതാൻ പറ്റുന്നത്. 8നെ നമുക്ക് എഴുതാൻ പറ്റുന്ന 2 രീതികളാണത്. ഓക്കെ, ഇതിന് 4 എണ്ണത്തിനെയും, അതായത് ഈ 2 നമ്പേഴ്സ് പ്രൊഡക്റ്റ് ചെയ്താലും 8, ഈ 2 നമ്പേഴ്സ് പ്രൊഡക്റ്റ് ചെയ്താലും 8. അങ്ങനെയാണെങ്കിൽ ഇതിൽ 8ഉം അതുപോലെ തന്നെ 1ഉം അതുപോലെ തന്നെ 4 അതുപോലെ തന്നെ 2 ഈ 4 നമ്പേഴ്സും 8, 1, 4, 2 ഈ പറയുന്ന 4 ടേംസ് ആയിരിക്കും ഈ പറയുന്ന 8ൻ്റെ ഫാക്ടേഴ്സ്. അതായത് എഴുതാൻ പറ്റുന്ന നമുക്ക് എങ്ങനെയൊക്കെ എഴുതാം എന്നുള്ളത് നോക്കുക. അതിനുശേഷം ആ പറയുന്ന ആ പ്രൊഡക്റ്റുകളെ എല്ലാം നിങ്ങൾ സെപ്പറേറ്റ് ചെയ്തിട്ട് എഴുതുക ഓരോ നമ്പേഴ്സായിട്ട്. അങ്ങനെ എഴുതുമ്പോൾ ആ പറയുന്ന നമ്പേഴ്സ് എല്ലാം ഈ പറയുന്ന 8ൻ്റെ എന്തായിരിക്കും? ഫാക്ടർ ആയിട്ട് വരും. ഇനി 12ൻ്റെ ഫാക്ടേഴ്സ് നമ്മൾ ഇതുപോലെ എഴുതുകയാണെങ്കിൽ 12 നമുക്കറിയാം 12 × 1 12 കിട്ടും. പിന്നെ അതാണ് 2 വെച്ചിട്ട് പറയുകയാണെങ്കിൽ 2 × 6 12 ആണ്. പിന്നെ ഏതാണ്? 3 വെച്ചിട്ട് പറയാം 3 × 4 12 ആണ്. 4 × 3 12 തന്നെയാണ്. അപ്പോൾ നമ്മളത് വീണ്ടും എഴുതേണ്ട കാര്യമില്ല. പിന്നെ ഏതാണ്? പിന്നെ 5 വരുന്നില്ല. പിന്നെ 6 വെച്ചിട്ടാണെങ്കിൽ 6 × 2 അത് നമ്മൾ ഓൾറെഡി എഴുതി കഴിഞ്ഞിട്ടുണ്ട്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ പിന്നെ ഏതെങ്കിലും വരുന്നുണ്ടോ? ഇല്ല. പിന്നെ 12 × 1 ആണ് വരുന്നത്. അപ്പോൾ അതിനെയും നമ്മൾ എഴുതിയിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ 12ൻ്റെ ഫാക്ടേഴ്സ് ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ നമുക്ക് പറയാം 12 ഉണ്ട്, 1 ഉണ്ട്, 2 ഉണ്ട്, 6 ഉണ്ട്, 3 ഉണ്ട്, 4 ഉണ്ട്. അങ്ങനെയാണെങ്കിൽ മൊത്തം 6 ഫാക്ടേഴ്സ് ഉണ്ട്. നമ്മൾ ഈ ഫാക്ടേഴ്സിനെയൊക്കെ ശരിക്കും നമ്മൾ പൂർണ്ണമായിട്ട് വ്യക്തമായിട്ട് നമ്മൾ നമ്പർ സിസ്റ്റം എന്ന് പറഞ്ഞിട്ടുള്ള ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഫാക്ടേഴ്സ് ഇപ്പോൾ ബേസിക് നമ്മൾ വെറുതെ ഒന്ന് പറഞ്ഞു വരുന്നു എന്ന് മാത്രം. അപ്പോൾ എത്രയാണ്? 12, 1, 6, 2, 3, 4 ഇതാണ് ഫാക്ടേഴ്സ് വരുന്നത്. വേണമെങ്കിൽ സംശയമുള്ളവർ നോക്കിക്കോ, 12നെ നമ്മൾ 6 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ എന്താ റിമൈൻഡർ വരിക? റിമൈൻഡർ 0 ആയിരിക്കും വരുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ അങ്ങനെ ഫാക്ടേഴ്സ് എഴുതി. അപ്പോൾ ഹയസ്റ്റ് കോമൺ ഫാക്ടർ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ആദ്യം ഫാക്ടറുകൾ എഴുതി. ഓക്കെ, 2 നമ്പേഴ്സിൻ്റെ ഫാക്ടേഴ്സ് എഴുതി. ഇനി നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ എടുത്ത പോലെ തന്നെ കോമൺ എന്നുള്ളതാണ് അടുത്ത ടേം. ഓക്കെ, അപ്പോൾ കോമൺ എടുക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? ഇനി നമ്മൾ എഴുതാൻ പോകുന്നു കോമൺ ഫാക്ടർ എന്ന് പറഞ്ഞിട്ടുള്ള ടേമിനെ ഒന്നിപ്പിക്കുക. അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ
നമ്മൾ ഈ ഫാക്ടേഴ്സ് ഏതിൽ ഏതാണ് കോമൺ ആയിട്ട് വരുന്നത്, രണ്ടിലും കോമൺ ആയിട്ട് വരുന്നത് ഏതൊക്കെയുണ്ട്. അപ്പം ഞാനത് അറിയാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾക്ക് എന്ത് ചെയ്തത്, ഇവിടെ ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. ഏതൊക്കെയാണ്? 1, 4, 2. ഓക്കെ, ഈ 1, 4, 2 ഇത് 12ലും വരുന്നുണ്ടല്ലോ. അങ്ങനെയാണെങ്കിൽ കോമൺ ഫാക്ടേഴ്സ് നമുക്ക് 8ന്റെയും 12ന്റെയും കേസിൽ പറയുകയാണെങ്കിൽ 1 ഉണ്ട്, 4 ഉണ്ട്, അതുപോലെ തന്നെ 2 വരുന്നുണ്ട്. ഇതാണ് കോമൺ ഫാക്ടേഴ്സ്. അപ്പൊ നമുക്ക് ഇപ്പൊ ഹയസ്റ്റ് കോമൺ ഫാക്ടർ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. HCFലെ 2 ടേംസ് നമ്മൾ അങ്ങനെ മാറ്റി എഴുതി. ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ട എന്താണ്? അടുത്ത ടേം ആണ് ഹയസ്റ്റ്. അങ്ങനെയാണെങ്കിൽ ഇത് മൂന്നും കൂടി ചേരുമ്പോൾ എന്താണ്? നമ്മളിപ്പോൾ ഫാക്ടേഴ്സ് എഴുതി, അതിനുശേഷം കോമൺ സെപ്പറേറ്റ് ചെയ്തു, അതിനുശേഷം നമ്മൾ ഇനി ഹയസ്റ്റ്, ഈ കോമണിലെ ഹയസ്റ്റ് ഏതാണ്? ഹയസ്റ്റ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1, 2, 4 ഇതിൽ ഏറ്റവും വലിയ സംഖ്യ ഏതാണെന്നാണ് ചോദിക്കുന്നത്. വലിയ സംഖ്യ ഏതാണ്? 4 ആണ്. അങ്ങനെയാണെങ്കിൽ ഹയസ്റ്റ് ആയിട്ട് വരുന്നത് ഏതായിരിക്കും? 4 ആണ് വരുന്നത്. അങ്ങനെയാണെങ്കിൽ ഹയസ്റ്റ് കോമൺ ഫാക്ടർ എന്ന് പറയുന്നത് ഏതാണ്? 4 ആണ് വരുന്നത്. അങ്ങനെയാണെങ്കിൽ HCF ഹയസ്റ്റ് കോമൺ ഫാക്ടർ എന്ന് പറയുന്നത് എന്താണ്? HCF ആണ്. അങ്ങനെയാണെങ്കിൽ നമ്മളിപ്പോൾ HCF ഓഫ് 8 and 12 എന്ന് പറഞ്ഞിട്ടുള്ളത് എന്താന്ന് പറഞ്ഞിട്ട് കിട്ടി? നമുക്ക് 4 ആണെന്ന് പറഞ്ഞിട്ട് നമുക്ക് കിട്ടി. ഇതെങ്ങനെയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്? നമ്മൾ വെറും ഡെഫിനിഷൻ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ കണ്ടുപിടിച്ചത്. 3 ടേം എന്താണെന്നുള്ളത് സ്പ്ലിറ്റ് ചെയ്തിട്ട് എഴുതിയിട്ടാണ് കേട്ടോ കണ്ടുപിടിച്ചു. ഇനി നമ്മൾ ഇപ്പം LCMത്തിന് നമ്മൾ ഡെഫിനിഷൻ വഴി മാത്രമാണോ കണ്ടുപിടിച്ചത്? അല്ല, പ്രൈം ഫാക്ടറൈസേഷൻ പറഞ്ഞില്ലേ, ഇതേ പ്രൈം ഫാക്ടറൈസേഷൻ യൂസ് ചെയ്തിട്ട് നമുക്ക് HCFും കണ്ടുപിടിക്കാം. അപ്പോൾ അതെങ്ങനെയാണ് കണ്ടുപിടിക്കണേ നമുക്കൊന്ന് നോക്കി നോക്കാം. അപ്പോൾ പ്രൈം ഫാക്ടറൈസേഷൻ യൂസ് ചെയ്തിട്ട് നമുക്ക് 8ന്റെയും 12ന്റെയും കണ്ടുപിടിക്കണം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ 8ഉം 12ഉം എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ഇതിനെ എഴുതാം. അല്ലെങ്കിൽ 8നെ നമ്മൾ എന്താണ് സെപ്പറേറ്റ് ആയിട്ട് നിങ്ങൾ എഴുതിക്കോ. നമുക്ക് രണ്ടും ഒരുമിച്ച് എഴുതിയാലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഫസ്റ്റ് നമ്മൾ സെപ്പറേറ്റ് ചെയ്തിട്ട് എങ്ങനെ കണ്ടു എന്ന് നോക്കാം. അപ്പോൾ നമ്മൾ ആദ്യം 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എത്രയാണ് വരിക? 2 × 4 ആണ് വരുന്നത്. അപ്പോൾ വീണ്ടും ഒരു 2 കൊണ്ട് എഴുതി, അതായത് 2 × 2 ആണ് 4 വരുന്നത്. വീണ്ടും ഒരു 2 കൊണ്ട് ചെയ്തു 1. അങ്ങനെയാണെങ്കിൽ 8 എന്ന് പറഞ്ഞിട്ടുള്ളത് എന്താണ്? 2 × 2 × 2 × 1. അതായത് ഈ പുറത്തുള്ള എല്ലാത്തിൻ്റെയും പ്രൊഡക്റ്റ് ആണ് ഈ പറഞ്ഞിട്ടുള്ള 8 എന്ന് പറഞ്ഞിട്ടുള്ളത്. ഇനി നമ്മൾ 12നെയും ഇതുപോലെ സെപ്പറേറ്റ് പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്യുന്നു. ഇപ്പോൾ 2 കൊണ്ട് ചെയ്യുമ്പോൾ എത്രയാണ് വരുന്നത്? 6 വരുന്നു. വീണ്ടും 2 കൊണ്ട് ചെയ്യുമ്പോൾ എത്രയാണ് വരുന്നത്? 3 ആണ് വരുന്നത്. വീണ്ടും 2 കൊണ്ട് ചെയ്യാൻ പറ്റുമോ? ഇല്ല. 3 കൊണ്ടല്ലേ ചെയ്യാൻ പറ്റുള്ളൂ. 3 കൊണ്ട് ചെയ്യുന്നു 1. അങ്ങനെയാണെങ്കിൽ 12 എന്ന് പറഞ്ഞുള്ള സംഖ്യയെ നമുക്ക്, ഇപ്പം ഞാൻ താഴെയാണ് എഴുതുന്നത്, 12 എന്ന് പറഞ്ഞുള്ള എന്താണ്? 2 × 2 × 3 × 1. ഇതാണല്ലോ 12ന്റെ പ്രൈം ഫാക്ടറൈസേഷൻ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇനി ഇതിൽ നിന്ന് HCF കണ്ടുപിടിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ, ഇതിൽ കോമൺ ആയിട്ട് വരുന്നത്, അതായത് ഇവിടെ ഒരു 2 എടുത്തിട്ടുണ്ടെങ്കിൽ ഇവിടെയും ഒരു 2 എടുക്കുക. അതായത് ഇതിൽ രണ്ടിലും കോമൺ ആയിട്ടുള്ള വരുന്നതിനെ പെയറായിട്ട് എഴുതാം. അങ്ങനെ നമ്മൾ ഇപ്പോൾ ഒരു 2 8ൽ നിന്നും എടുത്തു, ഒരു 2 12ൽ നിന്നും എടുക്കുക. അങ്ങനെയാണെങ്കിൽ HCF നിങ്ങൾ എഴുതുന്നിടത്ത് ഒരു 2 എന്ന് പറഞ്ഞിട്ട് എഴുതാം. നമ്മൾ ഓൾറെഡി 2 ഓരോ 2ഉം ഓരോന്നിൽ നിന്ന് എടുത്ത പോലെ. അപ്പോൾ ഒരു 2 എടുത്തു. ഇനി നമുക്കറിയാം 12ൽ നമുക്ക് ഒരു 2 കൂടി ഉണ്ട്. അപ്പോൾ ഈ നമുക്കറിയാം 8ൽ 3 2കളുടെ പ്രൊഡക്റ്റ് ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ഒരു 2 കൂടി നിങ്ങൾക്ക് 8ൽ നിന്ന് എടുത്തോടെ. അങ്ങനെയാണെങ്കിൽ 2, അതായത് 2ൽ നിന്ന് നമുക്ക് ഓരോന്നും ഇത് എടുക്കാൻ പറ്റും. അങ്ങനെ എടുക്കാൻ പറ്റുന്ന എത്ര സംഖ്യകളുണ്ടെന്ന് നോക്കിയാൽ മതി. അപ്പോൾ നമുക്കറിയാം ഇനി ഒരു 2ഉം കൂടി നമുക്ക് എടുക്കാൻ പറ്റിയിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ 2 2കൾ നമ്മൾ എടുക്കും. ഇനി നിങ്ങൾക്ക് ഏതാ വരുന്നത്? 12ൽ പറയുന്നത് 3 ആണ് വരുന്നത്. 3 8ൽ വരുന്നുണ്ടോ? ഇല്ല. അങ്ങനെയാണെങ്കിൽ 3 നമുക്ക് എടുക്കാൻ പറ്റില്ല. 2 ഈ പറയുന്ന 2 നമുക്ക് 12ൽ നിന്ന് വീണ്ടും എടുക്കാൻ പറ്റുമോ? ഇല്ല. നമ്മൾ ഓൾറെഡി 2 2കൾ എടുത്തു. ഇനി 2കൾ 12ൽ ഇല്ല. അപ്പോൾ നമുക്ക് 2ഉം 3ഉം ഇനി എടുക്കാൻ പറ്റില്ല. ഇനി എന്താണ്? 1 എന്ന് പറഞ്ഞുള്ള സംഖ്യയുണ്ട്. 1 എന്ന് പറഞ്ഞുള്ളത് 2ലും കോമൺ അല്ലേ? അതെ. അപ്പോൾ നമ്മൾ 1 കൂടി എഴുതി. നമ്മൾ 1 സാധാരണ എഴുതാറില്ല, കാരണം എന്തേ × 1 ചെയ്ത് കഴിഞ്ഞാലും നമുക്ക് എന്താണ് വരിക? 1 തന്നെയാണ് വരുന്നത്. അതുകൊണ്ട് 1നെ നമ്മൾ കണക്കാക്കേണ്ട കാര്യമില്ല, എഴുതിയാലും തെറ്റില്ല. ഓക്കെ, അങ്ങനെയാണെങ്കിൽ HCF എന്ന് പറയുന്നത് എന്താണ്? 2 × 2 × 1, അതായത് 4 വന്നു. ഇതേ 4 തന്നെയല്ലേ നമുക്ക് ഇവിടെയും ഹയസ്റ്റ് നമ്മൾ ഡെഫിനിഷൻ യൂസ് ചെയ്തപ്പോഴും കിട്ടിയത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ പ്രൈം ഫാക്ടറൈസേഷൻ യൂസ് ചെയ്തിട്ട് നമ്മൾ ചെയ്തപ്പോൾ എന്ത് വന്നു? 4 തന്നെ നമുക്ക് കിട്ടിയിരുന്നത്. നമ്മൾ അത് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്തത്? പ്രൈം ഫാക്ടറൈസേഷൻ സെപ്പറേറ്റ് എഴുതി, അതിനുശേഷം ഇതിൽ നിന്ന് കോമൺ ആയിട്ടുള്ളത് ഏതൊക്കെയുണ്ടെന്ന് അതിന് എന്താ പറയുക, കോമൺ, ഇപ്പം ഓരോന്നിൽ നിന്നും കോമൺ ആയിട്ടുള്ളത് എടുക്കുക. എന്നിട്ട് 2 ഒരെണ്ണത്തിന് ഒരു എന്താ പറയുക, 8ൽ നിന്ന് ഒരെണ്ണം 12ൽ നിന്ന് ഒരെണ്ണം എടുത്തു കഴിഞ്ഞാൽ നമ്മൾ ആ നമ്പർ ഇവിടെ എഴുതുക.
പിന്നെ അടുത്ത നമ്പർ ഏതെങ്കിലും നിങ്ങൾക്ക് കോമൺ ആയിട്ട് കണ്ടുപിടിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അതിനെയും നിങ്ങൾ ഗ്രൂപ്പ് ചെയ്യുക. ഗ്രൂപ്പ് ചെയ്തതിനു ശേഷം ആ ഒരു നമ്പർ ഇവിടെ എഴുതുക. അങ്ങനെയാണെങ്കിൽ 2 × 1 എഴുതി. ഓക്കെ, ഇനി HCF അങ്ങനെയാണെങ്കിൽ 4 കിട്ടി. ഇനി നമുക്കറിയാം LCM കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പ്രൈം ഫാക്ടറൈസിങ് ചെയ്തപ്പോൾ നമ്മൾ ഇതിനെ രണ്ടിനെയും ഒരുമിച്ച് എഴുതി. അപ്പോൾ അതെന്തുകൊണ്ട് എഴുതി? അല്ലെങ്കിൽ HCF ഇതുപോലെ രണ്ടെണ്ണം ഒരുമിച്ച് എഴുതിയിട്ട് കണ്ടുപിടിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും കണ്ടുപിടിക്കാൻ പറ്റും. അതെന്താ ചെയ്യേണ്ടത്? രണ്ടിലും കോമൺ ആയിട്ടുള്ളത് എടുത്തപ്പോൾ നമ്മൾ എന്താ ചെയ്തത്? രണ്ടിലും കോമൺ ആയിട്ടുള്ള നിർബന്ധമായിട്ട് രണ്ടിലും പോകുന്ന സംഖ്യകളെ പുറത്തേക്ക് എടുക്കുക. അപ്പോൾ എത്രയാണ്? 2 ഫസ്റ്റ് പ്രൈം നമ്പർ വരുന്നത്, 4 അതുപോലെ തന്നെ 6 വന്നു. ഇനി വീണ്ടും 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എത്രയാണ് വരുന്നത്? 2 വന്നു, അതുപോലെ തന്നെ 3 വന്നു. നമുക്കറിയാം ഇനി ഈ 2ലും 3ലും നമുക്ക് കോമൺ ആയിട്ടുള്ള എടുക്കാൻ ഇല്ല. അങ്ങനെയാണെങ്കിൽ അവിടെ വെച്ചിട്ട് നിങ്ങൾ ഡിവിഷൻ നിർത്തുക. കാരണം ഇനി നിങ്ങൾക്കൊന്നും പുറത്തേക്ക് കോമൺ ആയിട്ടുള്ളത് എടുക്കാൻ പറ്റുന്നില്ല. ഇനി HCF എത്രയായിരുന്നു വരുന്നത് എന്ന് ചോദിച്ചാൽ എന്ത് വരും? ഈ കോമൺ ആയിട്ട് നമ്മൾ പുറത്തേക്ക് എടുത്ത സംഖ്യകളുടെ പ്രൊഡക്റ്റ്, അതായത് 2 × 2, അതായത് 4 വന്നു. ഇതാണ് HCF ആയിട്ട് വരിക. അതായത് പുറത്തേക്ക് നമ്മൾ ഈ ബ്രാക്കറ്റിന്റെ പുറത്തേക്ക് എത്ര നമ്പേഴ്സ് എടുത്തു ആ നമ്പേഴ്സുകളുടെ പ്രൊഡക്റ്റ് ആണ് HCF ആയിട്ട് നമുക്ക് വരുന്നത്. ഓക്കെ, ഇനി നിങ്ങൾ ഈ 8, 12 വെച്ചിട്ട് തന്നെയാണ് നമ്മൾ LCM കണ്ടുപിടിച്ചത്. LCM കണ്ടുപിടിക്കാൻ നമ്മൾ എന്താ ചെയ്തത്? നമ്മൾ ഈ 2 × 2 ഈ 2 × 3 കൂടി എന്താണ് മൾട്ടിപ്ലൈ ചെയ്തപ്പോഴാണ് നമുക്ക് LCM കിട്ടിയത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് കിട്ടി? ഈ പറയുന്ന നമ്പേഴ്സുകളിൽ നിന്ന് ഇപ്പോൾ നമുക്കറിയാം ഈ 2 × 2 എന്ന് പറഞ്ഞിട്ടുള്ളത് എന്താണ്? HCF ആണെന്ന് അറിയാം അല്ലേ? അങ്ങനെയാണെങ്കിൽ 2 × 2 എത്രയാണ്? 4. ബാക്കി എത്രയാണ്? 2 × 3 അല്ലേ? അങ്ങനെയാണെങ്കിൽ ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഈ പറയുന്ന ടേമുകളിൽ നിന്ന് നമ്മൾ HCF പുറത്തേക്ക് എടുത്തിട്ടുള്ള എന്തായിരിക്കും ടേംസ് ആയിരിക്കും ഈ 2ഉം 3ഉം എന്ന് പറയുന്നത്. അതായത് ഇപ്പൊ 2 നമ്പേഴ്സിന്റെ HCF ഞാൻ 4 എന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ 8 ഉണ്ട്, 12 ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ഇതിൽ നിന്ന് നിങ്ങൾ 4 പുറത്തേക്ക് എടുക്കുക, HCF ആയിട്ടുള്ള 4 പുറത്തേക്ക് എടുക്കുക എന്ന് പറഞ്ഞാൽ എന്താ വരിക? 4 × 2 8 വരിക. അതുപോലെ തന്നെ 4 × 3 12 വരിക അല്ലെ? അങ്ങനെയാണെങ്കിൽ 2ൽ നിന്നും 4 പുറത്തേക്ക് എടുക്കുകയും ചെയ്തു. എന്നിട്ട് ബാക്കിയുള്ള ടേംസ് എത്രയാണോ അതിന്റെ പ്രൊഡക്റ്റ് ആണ് അങ്ങനെയാണെങ്കിൽ എന്ത് വന്നേ? LCM വന്ന്. അങ്ങനെയാണെങ്കിൽ ഇത്രേ അറിയേണ്ടതുള്ളൂ. HCFും LCMും തമ്മിലുള്ള ഒരു റിലേഷനാണ് ഞാൻ ഇപ്പോൾ പറഞ്ഞത്. ഈ ബ്രാക്കറ്റ് യൂസ് ചെയ്തിട്ട് കണ്ടുപിടിക്കുമ്പോൾ പുറത്തേക്ക് കോമൺ ആയിട്ട് എടുക്കാൻ പറ്റുന്ന നമ്പേഴ്സിന്റെ പ്രൊഡക്റ്റ് ആയിരിക്കും HCF വരിക. LCM എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നിന്ന് മൊത്തം, അതായത് നമ്മൾ കോമൺ എടുത്തു കഴിഞ്ഞതിന് ശേഷവും ബാക്കി വരുന്ന കോഷ്യന്റുകളുടെയും പ്രൊഡക്റ്റ് വരും. ഓക്കെ, അപ്പോൾ ഈ 2 ഡിഫറൻസും കൂടിയും ഒന്ന് മനസ്സിലാക്കി വെക്കുക. അപ്പോൾ ഇനി HCFനെ കുറിച്ചിട്ട് നിങ്ങൾക്ക് വേറെ അറിഞ്ഞിരിക്കേണ്ട വേറൊരു കാര്യമാണ്, അതായത് HCF can never be greater than the difference of the given numbers or it can be a factor of their difference. അതായത് ഈ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് എക്സാമ്പിൾ വഴി നമുക്ക് പറയാം. അതായത് ഇപ്പൊ 2 നമ്പേഴ്സ് ഞാൻ പറയാണ്, 38ഉം 78ഉം എന്ന് പറഞ്ഞിട്ടുള്ള സംഖ്യ. ഈ 2 നമ്പേഴ്സുകളുടെയും HCF എന്നോട് കണ്ടുപിടിക്കാൻ പറഞ്ഞു എന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ നമ്മൾ പ്രൈം ഫാക്ടറൈസേഷൻ മെത്തേഡ് നമ്മൾ യൂസ് ചെയ്യും. എന്നിട്ട് നിങ്ങൾ HCF കണ്ടുപിടിച്ചോളൂ. ഇനി ഈ കിട്ടുന്ന HCF എത്രയായിരിക്കും എന്നുള്ളതിനെ കുറിച്ചിട്ട് നമുക്ക് വേറൊരു സ്റ്റേറ്റ്മെന്റ് കൂടി പറയുകയാണ്. അതായത് HCF എന്ന് പറയുന്നത് ഒരിക്കലും ഈ തന്നിട്ടുള്ള നമ്പേഴ്സിനേക്കാൾ, അതായത് നമ്പേഴ്സിന്റെ ഡിഫറൻസ് എടുക്കുക, നെവർ ബി ഗ്രേറ്റർ ദാൻ ദ ഡിഫറൻസ് ഓഫ് ദ ഗിവൺ നമ്പേഴ്സ്. അതായത് തന്നിട്ടുള്ള നമ്പേഴ്സിന്റെ ഡിഫറൻസ് എടുക്കുക. അപ്പോൾ 78ഉം 38ഉം മൈനസ് ചെയ്ത് എത്ര വരിക? 40. ഇതാണല്ലോ ഈ 2 നമ്പേഴ്സിന്റെയും ഡിഫറൻസ്. അങ്ങനെയാണെങ്കിൽ HCF എന്ന് പറയുന്നത് ഈ ഡിഫറൻസിനേക്കാളും വലുത് ആവില്ല എന്നാണ് ഈ സ്റ്റേറ്റ്മെന്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ 40, ഇപ്പോൾ ഒരു എക്സാമ്പിൾ ഞാൻ പറയാണ്, അങ്ങനെയാണെങ്കിൽ 78ൽ നിന്ന് 38 കിഴിച്ചപ്പോൾ എനിക്ക് കിട്ടിയത് 40 ആണ്. അങ്ങനെയാണെങ്കിൽ ഈ HCF എന്ന് പറയുന്നത് 40 വരുന്നുണ്ടോ? ഇല്ല. അപ്പൊ 40 ഒന്നെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക്, അതായത് നമ്മളോട് പറയുന്നത് ഡിഫറൻസിനേക്കാൾ വലിയ നമ്പേഴ്സ് വരുന്നില്ല, അതായത് ഡിഫറൻസ് വേണമെങ്കിൽ HCF ആയിട്ട് വരാം, അല്ലെങ്കിൽ ഡിഫറൻസിന്റെ
ബാക്കി എന്താണ് വരാൻ സാധ്യതയുള്ളത് എന്നാണ് അടുത്തതായിട്ട് പറയുന്നത്. ഓർ ഇറ്റ് ക്യാൻ ബി എ ഫാക്ടർ ഓഫ് ദെയർ ഡിഫറൻസ്. ഒന്നെങ്കിൽ ഡിഫറൻസ് വരാം, അതല്ലെങ്കിൽ ഈ ഡിഫറൻസിന്റെ ഫാക്ടറുകൾ അതിൽ ഏതെങ്കിലും ഒന്നായിരിക്കും നമ്മളുടെ HCF വരിക എന്നാണ് നമ്മളോട് പറയുന്നത്. അപ്പോൾ നമുക്ക് ഓൾറെഡി അറിയാം ഡിഫറൻസ് എടുത്തപ്പോൾ 40 നമുക്ക് ഡിഫറൻസ് വന്നത്. ഡിഫറൻസ് എടുത്തപ്പോൾ 40 എന്ന് പറഞ്ഞിട്ടുള്ളത് 38ന്റെ HCF ആകും? ഒരിക്കലും വരില്ല. അതുപോലെ തന്നെ കാരണം എന്താണ്, 40 എന്ന് പറയുന്നത് 38നേക്കാൾ വലിയ നമ്പറാണ് വന്നിരിക്കുന്നത്. അപ്പൊ എങ്ങനെയും വരും? ഇല്ല. 78 വരുമോ? ഒരിക്കലും വരില്ല. കാരണം 48 നമ്മൾ ഡിവൈഡ് ചെയ്യുമ്പോൾ എന്താ വരിക? റിമൈൻഡർ 0 ആണ് വരുന്നത്. അതുകൊണ്ട് തന്നെ 40 എന്താണ്? 78ന്റെ ഫാക്ടർ അല്ല. അതുകൊണ്ട് തന്നെ എന്താണ് വരുന്നത്? ഫാക്ടർ അല്ലാത്ത ഒന്നും തന്നെ എന്തായിരിക്കും? HCF ആയിട്ട് വരില്ല. കാരണം ഹയസ്റ്റ് കോമൺ ഫാക്ടർ ആണ് HCF. അപ്പൊ 40 അല്ല എന്ന് മനസ്സിലായി. അപ്പൊ നമ്മൾ അടുത്ത പ്രോബബിലിറ്റിയിലേക്ക് നീങ്ങുകയാണ്. 40ന്റെ ഫാക്ടേഴ്സ് എന്നാണ് നമ്മുടെ സ്റ്റേറ്റ്മെന്റിൽ പറയുന്നത്. അപ്പൊ 40ന്റെ ഫാക്ടേഴ്സ് ഏതൊക്കെയാണ്? 40ന്റെ ഫാക്ടേഴ്സ് എന്ന് വെച്ചാൽ നമുക്ക് എന്തൊക്കെ പറയാം? 1 × 40 ചെയ്ത് കഴിഞ്ഞാൽ എന്താണ് വരുന്നത്? 40 വരുന്നു. 2 × എത്രയാണ്? 20 ചെയ്ത് കഴിഞ്ഞാൽ 40 വരുന്നു. 3ൽ പോകും 40 ഇല്ല. 4 × 10 ചെയ്ത് കഴിഞ്ഞാൽ എത്രയാണ് വരുന്നത്? 40 വരുന്നുണ്ട്. പിന്നെ 5 വെച്ചിട്ട് പറയുന്നത് 5 × 8 ആണ് 40. പിന്നെ ഏതാണ്? പിന്നെ 6ലില്ല, 7ലില്ല. 8 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 8 × 5 തന്നെയാണ് 9, 10. പിന്നെ വരുന്നത് ഒന്നും തന്നെ 40ന്റെ ഫാക്ടേഴ്സ് ആയിട്ട് വരുന്നില്ല. 20 ഉണ്ട്, വരുന്നതെല്ലാം നമ്മൾ ഓൾറെഡി മെൻഷൻ ചെയ്ത് കഴിഞ്ഞിട്ടുമുണ്ട്. അങ്ങനെയാണെങ്കിൽ 40ന്റെ ഫാക്ടേഴ്സ് ആയിട്ട് ഇപ്പോൾ 1, 2, 3, 4 8 സംഖ്യകൾ നമുക്ക് വരുന്നുണ്ട്. ഇതിൽ നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചിട്ടുണ്ട് 40 എന്ന് പറഞ്ഞിട്ടുള്ളത് HCF അല്ല. അങ്ങനെയാണെങ്കിൽ ബാക്കി വരുന്ന 7 സംഖ്യകളിൽ ഏതെങ്കിലും ഒന്നായിരിക്കും നമ്മുടെ HCF ആയിട്ട് വരുന്നത്. അപ്പൊ അതിനായിട്ട് നമുക്കറിയാം ഹയസ്റ്റ് കോമൺ ഫാക്ടർ ആണ് ഈ പറയുന്ന HCF എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ അടുത്ത ഹയസ്റ്റ് ആയിട്ടുള്ള ഫാക്ടർ നിങ്ങൾ ഇതിൻ്റെ എടുക്കുക. അതായത് 40 കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ 20 ആണ് വലുത്. ഓക്കെ, 20 എന്ന് പറഞ്ഞിട്ടുള്ള സംഖ്യയെ നമ്മൾ ഈ 38ഉം അതുപോലെ തന്നെ 78ഉം, അതായത് ഫാക്ടർ ആണെങ്കിൽ എന്താണ് 38 കൊണ്ട് 38നെ 20 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ റിമൈൻഡർ എത്ര വരണം? 0 വരണം. 38 അതായത് 20ന്റെ ഒരു മൾട്ടിപ്പിൾ ആവണം. അങ്ങനെയാണെങ്കിൽ 38 എന്ന് പറയുന്നത് ആണോ? അല്ല. അതുപോലെ തന്നെയാണ് 20. ഇനി അടുത്ത നമ്പർ നോക്കി നോക്കിയേ, 78ന്റെ ഫാക്ടർ ആണോ? 78ന്റെയും ഫാക്ടർ അല്ല. ഇതിലേതിലെങ്കിലും ഒന്നിന്റെ അല്ലാന്ന് പറഞ്ഞാൽ തന്നെ നമുക്കറിയാം 20 എന്ന് പറഞ്ഞിട്ടുള്ള ഫാക്ടർ അല്ലാന്ന്. അപ്പൊ 20 അല്ല. അടുത്ത നമ്പർ വലുതെടുത്ത് ഏതാണ്? 10 അടുത്ത ഫാക്ടർ 40ന്റെ വരുന്നത്. അപ്പൊ 10 എടുക്കുമ്പോൾ എന്താണ് വരുന്നത്? 38ന്റെ ഫാക്ടർ അല്ല. 38ന്റെ ഫാക്ടർ അല്ലാത്തതുകൊണ്ട് എന്ത് പറയാം? ഒരു നമ്പറിന്റെ അല്ലാണ്ടായാൽ തന്നെ മതി. രണ്ടിലും കോമൺ ആയിട്ടുള്ളതാണ് ഹയസ്റ്റ് കോമൺ ഫാക്ടർ വരുന്നത്. അപ്പൊ 10 എന്ന് പറഞ്ഞിട്ടുള്ള എന്താണ്? ഫാക്ടർ ആവുന്നില്ല. ഇനി അടുത്ത നമ്മൾ എടുക്കുന്നത് എന്താണ്? 8 എന്ന് പറഞ്ഞിട്ടുള്ള സംഖ്യ എടുക്കുന്നു. 8 എന്ന് പറഞ്ഞിട്ടുള്ള സംഖ്യ നമ്മൾ എടുക്കുമ്പോൾ 38ന്റെ ഫാക്ടർ ആണ്. അതായത് 38നെ 8 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് റിമൈൻഡർ 0 വരുന്നുണ്ടോ? അല്ലെങ്കിൽ 8ന്റെ മൾട്ടിപ്പിൾ ആയിട്ട് 38 വരുന്നുണ്ടോ? ഇല്ല. അതുകൊണ്ട് തന്നെ 8ഉം ഫാക്ടർ അല്ല എന്ന് കിട്ടി. ഇനി നമ്മൾ 5 എന്ന് പറഞ്ഞിട്ടുള്ളതാണ് അടുത്ത ഫാക്ടർ എടുക്കുന്നത്. അടുത്ത് നോക്കിയപ്പോൾ 5ന്റെ മൾട്ടിപ്പിൾ അല്ല ഒരിക്കലും 38. അപ്പൊ 5ഉം അല്ല എന്ന് നമുക്ക് മനസ്സിലായി. ഇനി നമ്മൾ അടുത്തത് 4 എന്ന് പറഞ്ഞിട്ടുള്ള സംഖ്യ നമ്മൾ എടുത്തു. 4 അടുത്ത 40ന്റെ ഫാക്ടർ ആയിട്ട് വരുന്നത്. അപ്പൊ നമ്മൾ 4ൽ നോക്കിയപ്പോൾ 38 എന്ത് വന്നിരിക്കുന്നത് നമുക്ക്? അതായത് 38ന്റെ HCF 4 എന്നുണ്ടെങ്കിൽ 4 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ റിമൈൻഡർ എത്ര വരണം? 0 വരണം. 0 വരൂ? ഇല്ല. 4ന്റെ ഒരു മൾട്ടിപ്പിൾ അല്ല. അല്ലെങ്കിൽ 38നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ റിമൈൻഡർ 0 വരില്ല. അപ്പൊ നമ്മൾ അടുത്ത സംഖ്യ എഴുതി. 4 അല്ല എന്ന് മനസ്സിലായി. ഇനിയുള്ളത് 2 ആണ്. 2 എടുത്ത് നോക്കിയപ്പോൾ നമുക്ക് കിട്ടി, നമുക്കറിയാം 38 എന്ന് പറയുന്നത് ഒരു ഈവൺ സംഖ്യയാണ്. അപ്പോൾ എന്തായാലും 2 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്തായിരിക്കും? റിമൈൻഡർ 0 ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ നമുക്കിപ്പോൾ കിട്ടിയിരിക്കുന്നത് എന്താ? 38ന്റെ ഒരു ഫാക്ടർ തന്നെയാണ് 2 എന്ന് പറഞ്ഞിട്ട് കിട്ടി. ഇനി അടുത്ത സംഖ്യ നമ്മൾ നോക്കിയപ്പോൾ എന്താണ്? 78 78ഉം എന്താണ്? ഒരു ഈവൺ സംഖ്യയാണ്. അങ്ങനെയാണെങ്കിൽ ഈവൺ സംഖ്യയുടെ ഫാക്ടർ എന്തായിരിക്കും? എന്തായാലും 2 അതിലുണ്ടായിരിക്കും. അങ്ങനെയാണെങ്കിൽ 2 എന്ന് പറഞ്ഞിട്ടുള്ള എന്താണ്? ഈ 78നെ ഡിവൈഡ് ചെയ്യുമ്പോഴും എന്താണ്? റിമൈൻഡർ 0 ആണ് വരുന്നത്. അങ്ങനെയാണെങ്കിൽ 2ലും നമുക്കിപ്പോൾ എന്ത് പറഞ്ഞിട്ട് കിട്ടി? 2 എന്ന് പറഞ്ഞിട്ടുള്ള സംഖ്യ എന്താണ്? ഈ പറയുന്ന 2 സംഖ്യകളെയും ഉള്ള ഫാക്ടേഴ്സ് എല്ലാം നമ്മൾ ചെക്ക് ചെയ്തപ്പോൾ 2 എന്ന് പറഞ്ഞിട്ടുള്ള സംഖ്യ വെച്ചിട്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ 0 വരുന്നുണ്ട്. അല്ലെങ്കിൽ ഈ പറയുന്ന 2 സംഖ്യകളെയും ഫാക്ടറാണ്. അങ്ങനെയാണെങ്കിൽ നമുക്കിപ്പോൾ എന്ത് കിട്ടി? 38ന്റെ അതായത് HCF ഫാക്ടേഴ്സിൽ നമ്മൾ കോമണില് നമ്മൾ എടുത്തു നോക്കിയപ്പോൾ ഹയസ്റ്റ് ആയിട്ട് വരുന്നതിൽ ഒരൊറ്റ സംഖ്യ വരുന്നുള്ളൂ. അതാണ്
2 എന്ന് പറഞ്ഞിട്ടുള്ള സംഖ്യ. അങ്ങനെയാണെങ്കിൽ HCF ഓഫ് 38 അതുപോലെ തന്നെ 78 എന്ന് പറഞ്ഞിട്ടുള്ള എന്താണെന്ന് പറയാം, നമുക്ക് 2 ആണെന്ന് നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ ഇത്രയാണ് നമ്മൾ HCF എന്ന് പറഞ്ഞിട്ടുള്ള ടോപ്പിക്കിലൂടെ പഠിക്കാൻ ഉണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ 3 കാര്യങ്ങൾ ഈ HCFൻ്റെയും അതുപോലെ തന്നെ LCMൽ എങ്ങനെയൊക്കെ കണ്ടുപിടിച്ചോ അതുപോലെ തന്നെ നമ്മൾ HCFലും കണ്ടുപിടിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇനി ഈ LCFൻ്റെയും HCFൻ്റെയും കുറച്ച് ഇനി അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ അടുത്ത ക്ലാസ്സുകളായിട്ട് നമ്മൾ പഠിക്കുന്നതായിരിക്കും. അപ്പോൾ താങ്ക് യു.